മല പോലെ വന്നു എലി പോലെ പോയി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ പാറ്റാ പാർട്ടി ഡൽഹിയിൽ അരങ്ങേറിയ സമരം, അതിലെന്തൊക്കെയോ നൂതനമായിട്ടുള്ള സംഗതികൾ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ഇല്ല, ഒരു സാധാരണ സമരം. തനിക്ക് പറ്റാത്ത പണിയെടുത്ത സമര നേതാവ് സമരവേദിയിൽ തന്നെ കുഴഞ്ഞു വീഴുകയും ചെയ്തു. കുറച്ചാളുകൾ കൂടി അവിടെ വന്നു പ്രസംഗിക്കുന്നു, അവരുടെ ആവശ്യം മുൻപോട്ട് വയ്ക്കുന്നു. ആവശ്യം എന്ന് പറയുന്ന വലിയ ആവശ്യമൊന്നുമില്ല, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ്. കാരണം നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോർച്ചയാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. ഈ നീറ്റ് പരീക്ഷ നടത്തിയത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടല്ലല്ലോ. വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിന് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട്, അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള അധികാരികളുണ്ട്. അവരൊക്കെയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി അവർ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നു, അതിൻ്റെ പരീക്ഷ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നു. ഇതിലൊന്നും അത്ര ഡയറക്റ്റായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മന്ത്രി. പിന്നെ അതിൻ്റെ പൊതുവായിട്ടുള്ള ചുമതല വഹിക്കുന്നു, അതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾ ചെയ്യുന്നു. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പൊതുവായുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു വീട്ടിൽ ഒരു കുട്ടി വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം എടുത്ത് മോഷ്ടിച്ചാൽ ഉടനെ അച്ഛൻ ആ കുടുംബം കളഞ്ഞേച്ച് പോകണമെന്ന് പറയുന്നത് പോലുള്ളൊരു വിഡ്ഢിത്തരമാണ് ഇവരുടെ ഈ ആവശ്യം. ഒരു കാര്യവുമില്ല. പിന്നെ ഒരു കാര്യം ഈ പ്രസ്ഥാനത്തിലൂടെ വെളിച്ചത്ത് വന്നു. ജനവികാരം പ്രകടിപ്പിക്കാൻ ആളെ കൂട്ടാൻ നല്ലൊരു സമ്പ്രദായം തുറന്നു കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഭരണക്കാരോടോ ഗവൺമെൻറ്റിനോടോ ഭരണരംഗത്തിരിക്കുന്ന വ്യക്തികളോടോ ഒക്കെ ആരോപണങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ റോഡ് നീളെ നടന്ന് വീട് നീളെ നടന്ന് പത്രങ്ങളിലും നോട്ടീസും അടിച്ച് പ്രചരിപ്പിച്ച ആളിനെ കൂട്ടേണ്ട കാര്യമില്ല. ഈ തരത്തിലുള്ള വെബ്സൈറ്റുകൾ വഴി ജനവികാരത്തെ സംശീകരിക്കാനും ആളെ കൂട്ടാനും കഴിയുന്ന ഒരു നൂതന സമ്പ്രദായം രംഗത്ത് വന്നു. അത് ഏതായാലും ശ്ലാഘനീയം തന്നെ. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പാറ്റാ പാർട്ടി വന്നതോടുകൂടി കോൺഗ്രസും തൃണമൂലും അതേപോലെ ശിവസേനയും എന്നുവേണ്ട ഈ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെല്ലാം കൂടെ ഒരു കൊച്ചു കുഞ്ഞിനെ താലോലിക്കുന്ന രീതിയിൽ ഈ പാറ്റാ പാർട്ടി നേതാവിനെ തൊട്ടിലാട്ടി തോളത്തിരുത്തി താലോലിക്കുന്ന വളർത്തിക്കൊണ്ടുവരുന്നൊരു ചിത്രവും നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തൊരു ഗതികേടെന്നല്ലാതെ എന്തു പറയാനാണ്. അപ്പോൾ അവർക്ക് ഈ ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള കഴിവില്ലേ? സംഘടനാശേഷിയില്ലേ? എന്തുകൊണ്ടത് ചെയ്തില്ല? കാര്യം അവരുടെ കാലത്തും ഇതുപോലുള്ള ചോർച്ചയും മറ്റ് പല കാര്യങ്ങളും നടന്നു. ഈ ചോർച്ചയൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ കർശനമായ ശിക്ഷാ നടപടികൾ ഈ ബന്ധപ്പെട്ട ആൾക്കാർക്കെതിരെ നടത്തണം. അതിനുവേണ്ടി പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരണം. അതുമാത്രമേ ഉള്ളൂ ഇതിനൊക്കെ ഉള്ളൊരു പോംവഴി. അല്ലാതെ ഇതൊക്കെ വെറും പ്രഹസനമായിപ്പോയി. ജനങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിയ ഒരു സമരം ചീറ്റിപ്പോയി എന്ന് പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്.